തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ്. അപ്പോൾ അതിൽ രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിൻ്റെ അഭാവമാണ്. മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ്. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. ബാക്കി വാദം നാളെയാണ്. വിധി വന്നല്ലോ, അതായത് ശിക്ഷാവിധി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വാദം കഴിഞ്ഞതിന് ശേഷം ആണ് കോടതി. അപൂർവമായ കേസായിട്ട് താങ്കൾ പറയുന്നുണ്ടോ? അല്ല, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ള ഒരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ കോടതിയിൽ ഒരു വാദം നടത്തേണ്ടതുള്ളൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഈ മൂന്നാം പ്രതിക്ക് ചുമത്തിയുള്ള കുറ്റം പ്രകാരം എത്ര വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്നത്? മൂന്നാം പ്രതിക്ക് എതിരായിട്ട് 7 വർഷം വരെ അങ്ങേറ്റം ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഈ അമ്മ ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു, തെളിവ് നശിപ്പിച്ചിരുന്നതായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്ന. അതായത് സിദ്ധുവിനെതിരായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ ഗ്രീഷ്മ കൊടുത്ത വിഷം കാപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു കളനാശിനി അത് മറ്റൊരു റബ്ബർ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്നതിന് നേരിട്ട് അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ്. അത് പ്രതിയുടെ ഒരു കുറ്റസമ്മതം എന്നുള്ളതല്ലാതെ, കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ട് എടുക്കില്ല. അപ്പോൾ അതല്ലാതെ മറ്റ് തെളിവുകളുടെ അഭാവം ഇതിനകത്തുണ്ടായിരുന്നു. ഈ കേസിന്റെ അന്വേഷണ സമയത്ത് അഡീഷണൽ എസ് പി ആയിരുന്ന സുൽഫിക്കർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ ഈ വിധിന്യായത്തിൽ തൃപ്തനാണോ? വിധിന്യായത്തിൽ തൃപ്തനാണ്. ഇത് പ്രോസിക്യൂഷന്റെ വിജയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് സാറ്, നമ്മുടെ ടീമംഗങ്ങളായ ശ്രീ ജോൺസൺ, രാസിത്ത്, കേസ് എഴുതിയ ഷാജഹാൻ, അതുപോലെ അസിസ്റ്റ് ചെയ്ത ബാക്കി ഷിൻലാൽ തുടങ്ങിയ എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശില്പ മാഡത്തിൻ്റെ ഈ കേസിൻ്റെ മേൽനോട്ടത്തിനെക്കുറിച്ചും ഈ അവസരത്തിൽ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പിന്തുണയും ഈ കേസിലുണ്ടായിരുന്നു. ഈ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടൊരു സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്യാനായിട്ടില്ല. കൃത്യമായ തെളിവുകൾ കൊടുത്തിരുന്നില്ല അന്വേഷണത്തിൽ? തെളിവുകൾ കോടതി ശരിയായ രീതിയിൽ വിലയിരുത്തിയാണല്ലോ ഈ വിധി പ്രഖ്യാപനം വന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണ ഉദ്യോഗസ്ഥ KJ ജോൺസൺ ചേരുകയാണ്. താങ്കളിപ്പോൾ കാസർഗോഡാണ് ഉള്ളത്. അവിടെ നിന്ന് ഈ വിധിന്യായം കേൾക്കാനാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എന്തായിരുന്നു പ്രതീക്ഷിച്ച പോലെയാണോ വിധി വന്നത്? അതെ, ഇത് ഞാനിപ്പോൾ കാസർഗോഡ് DCRB DSP ആണ്. ഈ വിധിന്യായത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒന്നാം പ്രതിക്ക് ഉള്ള ശിക്ഷ കോടതി കുറ്റക്കാരിയാണെന്ന് ശരിവെച്ചിട്ടുണ്ട്. 3 പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഒക്കെ നിരത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്നിരിക്കുന്നത്. ഇത് വളരെ സങ്കീർണമായൊരു കേസാണ്. ആദ്യം തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാം പ്രതിയെക്കെതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ SP ആയിരുന്ന ഇപ്പം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശില്പ മാഡത്തിൻ്റെയും അതുപോലെ സുൽഫിക്കർ സാറ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റാസിത്ത്, മറ്റ് അംഗങ്ങളായിട്ടുള്ള ആൽബിൻ, അതുപോലെ സതീശ്, ശ്രീലാൽ തുടങ്ങിയ ടീമംഗങ്ങൾ ഇതിൽ ഈ കേസിൻ്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ട് ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവൻ മേലുദ്യോഗസ്ഥന്മാരും കേസിനെ വളരെയധികം ഉള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും എന്നാണ്. ഈ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തത് DYSP റാസിത്താണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എത്ര പേരുള്ള കുറ്റപത്രമായിരുന്നു താങ്കൾ സമർപ്പിച്ചത്? ഈ ഒരു പ്രതിയെ വെറുതെ വിടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? ഈ കേസിൽ 3 പേർക്കെതിരെയാണ് ചാർജ് കൊടുത്തിരുന്നത്. അതിൽ ഒന്നാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്.
രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിൻ്റെ അഭാവത്തിൽ അവരെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അത് കോടതി തെളിവ് വിലയിരുത്തിയതിൽ ഉണ്ടായ വിധിന്യായമാണ്. മൂന്നാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം തെളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തിലാണോ നടന്നത്, തമിഴ്നാട്ടിലാണോ നടന്നതെന്നുള്ള ഡിസ്പ്യൂട്ടായിരുന്നു പ്രധാനമായിട്ടും. അതിന് നമ്മൾ ഈ കേസ് ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് ഇതിൽ കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്നത്, കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മരണം നടത്തിയതെന്നുള്ളതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ്. സുപ്രീം കോടതി വരെ പോയിട്ടും അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും